വിവാഹത്തിനിടെ പലതരത്തിലുള്ള സംഭവങ്ങൾ ഉടലെടുക്കുന്നതും അത് വിവാഹം മുടങ്ങുന്നതിന് വരെ കാരണമാകുന്ന വാർത്തകളൊക്കെ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ വിവാഹത്തിനെത്തിയ ആളുകൾ ഒന്നടങ്കം ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നത്. വരന്റെ ചില അസാധാരണ പ്രവൃത്തികളാണ് സംഭവം വിവാഹം മുടങ്ങുന്നതിലേക്ക് വരെ എത്തിയത്. കൊല്ലം കടയ്ക്കൽ ആൽത്തറമൂട് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. പെൺകുട്ടി ആൽത്തറമൂട് സ്വദേശിനിയാണ്. യുവാവ് കിളിമാനൂർ പുളിമാത്ത സ്വദേശിയും. ഇരു വീട്ടുകാരും തമ്മിൽ ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഇത്. എന്നാൽ വിവാഹ മണ്ഡപത്തിലെത്തിയ വരന്റെ പിടിവാശിയാണ് വിവാഹം മുടങ്ങാൻ കാരണമായത്. വിവാഹ മണ്ഡപത്തിലെത്തിയ വരനെ വിളക്കുമായി സ്വീകരിക്കാനെത്തിയതായിരുന്നു വധുവിന്റെ വീട്ടുകാർ. എന്നാൽ നിലവിളക്ക് കൊളുത്തരുതെന്ന് വരൻ വാശി പിടിക്കുകയായിരുന്നു. തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒരുവിധം ആ പ്രശ്നമെല്ലാം പരിഹരിച്ച വരൻ വിവാഹവേദിക്ക് സമീപത്തേക്കെത്തി. എന്നാൽ വിവാഹവേദിയിൽ ഷൂ ഊരില്ലെന്ന കടുത്ത പിടിവാശിയുമായി വരൻ വീണ്ടും എത്തുകയായിരുന്നു. ഒടുവിൽ ആ പ്രശ്നവും പരിഹരിച്ച് വിവാഹം കല്യാണ മണ്ഡപത്തിന് പുറത്തുവെച്ച് നടത്തുകയും ചെയ്തു. എന്നാൽ ചടങ്ങിന് ശേഷവും വരന്റെയും വധുവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായതോടെ കാര്യങ്ങൾ കൈവിടുകയായിരുന്നു. ബന്ധുക്കൾ തുടങ്ങിയ വഴക്ക് പെൺവീട്ടുകാരും ആൺവീട്ടുകാരും നേരിട്ടായി. ഇതോടെയാണ് വിവാഹവേദിയിൽ വെച്ച് തന്നെ താലി തിരിച്ചു നൽകി ബന്ധം അവസാനിപ്പിക്കാൻ പെൺവീട്ടുകാർ തീരുമാനിക്കുന്നത്. യുവാവ് കെട്ടിയ താലി പെൺകുട്ടി തിരിച്ചു നൽകിയെന്ന് മാത്രമല്ല, അതേ വേദിയിൽ വെച്ച് തന്നെ ബന്ധുവായ മറ്റൊരു യുവാവിനെ പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു. തുടർന്ന് ബന്ധുക്കൾ വരനെതിരെ പോലീസിൽ പരാതിയും നൽകി. ഒടുവിൽ പോലീസിന്റെ അന്വേഷണത്തിലാണ് ആ ട്വിസ്റ്റ് പുറംലോകമറിയുന്നത്. വിവാഹത്തിന് മുന്നേ വരൻ മതം മാറിയിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മതം മാറിയ വിവരം വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെയും വീട്ടുകാരെയും വരൻ അറിയിച്ചിരുന്നില്ല. വേദിയിൽ നിലവിളക്ക് കൊളുത്തരുതെന്ന് വരൻ ആവശ്യപ്പെട്ടതിന് പിന്നിലെ കാരണവും പുതിയ മതവിശ്വാസത്തിന്റെ ഭാഗമാണത്രേ. എന്തായാലും പറഞ്ഞുറപ്പിച്ച വിവാഹം മുടങ്ങിയെങ്കിലും അന്നുതന്നെ നല്ലൊരു വരനെ കണ്ടെത്തി വിവാഹം കഴിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് വധുവും ബന്ധുക്കളുമെല്ലാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.